സമാധാന പ്രതീക്ഷകളെ ഇല്ലാതാക്കി വീണ്ടും ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയേറുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇറാന് ശക്തമായ തിരിച്ചടി നൽകാനും ടെഹ്റാനിലെ ഭരണകേന്ദ്രം ലക്ഷ്യം വെക്കാനുമാണ് സൈന്യത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ നിർദ്ദേശം. ആരോപണം പക്ഷേ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ബി ദിലീപ് കുമാർ, മെറിൻ മേരി ചാക്കോ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം മെറിൻ മേരി ചാക്കോയിലേക്കാണ്. മെറിൻ മേരി ചാക്കോ, ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പൊതുവെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിലയിരുത്തിയിരുന്നു. ഈ വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണ അംഗീകരിച്ചതോടുകൂടി പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിലേക്ക് പോകും എന്നാണ് കരുതിയത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം ഈ ധാരണയ്ക്ക് ശേഷം നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതിശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും സ്ഥിതിഗതികൾ വഷളാവുകയാണോ മെറിൻ? റിജിത്ത്, ആശ്വാസ വാർത്തയ്ക്ക് വെറും 2 മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെന്ന് ലോകം ആശ്വസിച്ചു, അല്ലെങ്കിൽ പശ്ചിമേഷ്യ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ആശ്വാസ വാർത്തയ്ക്കിടെയാണ് വീണ്ടും ആശങ്കയുയർത്തുന്ന ഒരു വാർത്ത തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അതായത് ഈ വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചുവെന്ന് ഇസ്രായേലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചുവെന്നാണ്, അത് തകർത്തുവെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ജനങ്ങളോട് ബങ്കറുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം നൽകിയ സമയത്താണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനപരമായ ഒരു നീക്കമുണ്ടായതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാൻ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും അവസാനിപ്പിക്കും, ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഈ ഒരു ധാരണ ഇപ്പോൾ ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലെമ്പാടും അപായ സൈറണുകൾ മുഴുകുകയാണ്. ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്ററിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇറാന്റെ നടപടിക്ക് ഇറാൻ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. ടെഹ്റാൻ വിൽ ഷേക്ക്, അല്ലെങ്കിൽ ടെഹ്റാൻ നശിക്കും അല്ലെങ്കിൽ കുലുങ്ങുമെന്നുള്ളൊരു രീതിയിലാണ്, അത്രയും ശക്തമായ ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന ഒരു ആശ്വാസ വാർത്തയ്ക്കാണ് ഇപ്പോൾ ഇതുവഴി ആശ്വാസ വാർത്തയാണ് ഇതോടെ ഇല്ലാതാക്കുന്നത്. അതായത് വീണ്ടും പശ്ചിമേഷ്യ ഒരു അശാന്തിയുടെ പിടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് ഡൊണാൾഡ് ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേൽ തമ്മിൽ 12 ദിവസങ്ങൾക്ക് ശേഷം ഒരു വെടിനിർത്തലായിരിക്കുന്നുവെന്ന് ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം ഇന്ത്യൻ സമയം 9 മണിയോടെയാണ് ഇറാൻ ഇസ്രായേൽ തമ്മിൽ വെടിനിർത്തൽ വന്നത്. ഇതിനുശേഷം 2 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇസ്രായേൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ശക്തമായ തിരിച്ചടി നൽകും. ഇറാന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇറാൻ കനത്ത തിരിച്ചടി നേരിടുമെന്നും ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. റീജിത്ത്, ശരി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ഒപ്പം തന്നെ ബി ദിലീപ് കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബി ദിലീപ് കുമാർ, ഒരു സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു എന്ന ആശ്വാസത്തോടെ കരുതിയിരുന്ന ഇടത്തു നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വീണ്ടും ആശങ്കയേറ്റുന്നുണ്ട്. ആ വെടിനിർത്തൽ ധാരണയ്ക്ക് ഒരു 5 മണിക്കൂറിൻ്റെ ആയുസ് പോലും ഉണ്ടായില്ല. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? ഈ 12 ദിവസം നീണ്ടുനിന്ന പരസ്പരമുള്ള ആക്രമണം, അതിൽ തന്ത്രപ്രധാനമായ മേഖലകൾ, ജനവാസ മേഖലകളൊക്കെ ആക്രമിക്കപ്പെടുന്നതും നിസ്സഹായരായ മനുഷ്യർ മരിച്ചു വീഴുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഇതൊരു സമാധാനത്തിലേക്ക് പോകും എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായത്. അതിനിടയിൽ സംഭവിക്കുന്ന ഈ സംഭവവികാസങ്ങളെ എങ്ങനെ കാണണം ബി ദിലീപ് കുമാർ? റിജിത്ത്, വെടിനിർത്തൽ കരാറിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന ആശങ്കയിലാണ് ലോകം. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയായിട്ടുണ്ടെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനു പിന്നാലെ ഇറാനും ഇസ്രായേലും ഔദ്യോഗികമായി തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ സമാധാന പ്രേമികളെയും മാനവരാശിയെയും ആകെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് അവകാശപ്പെടുന്നത്. ഇതിന് വലിയ തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആകട്ടെ ഈ മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. അങ്ങനെ ആ നിലയിൽ ഇറാൻ ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായില്ല എന്ന് ഇറാൻ പറയുമ്പോൾ
ഇസ്രയേൽ ഇറാനെ പഴിചാരുകയാണ്. അങ്ങനെ ഈ വെടിനിർത്തൽ ധാരണ അത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം തുടർന്നുണ്ടാകുമോ എന്ന ആശങ്ക ലോകത്തെമ്പാടുമുണ്ട്. നേരത്തെ ദോഹയിൽ, ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് സമീപമുള്ള അമേരിക്കയുടെ സൈനിക താവളം അൽ ഉദൈദ് വ്യോമത്താവളം ഇറാൻ ഈ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് വെടിനിർത്തലിന് സജ്ജമായി എന്ന തരത്തിലാണ് ഇരു രാജ്യങ്ങളും സജ്ജമാക്കുന്നതിനുള്ള പ്രേരണ ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻകൈയിൽ അത്തരത്തിലുള്ള ഒരു സമാധാന നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വന്നിരുന്നു. ഖത്തറിൻ്റെ ഇടപെടലൊക്കെ ഇതിൽ ഫലപ്രദമായി ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടുള്ള പുതിയ സംഭവ വികാസങ്ങൾ, പുതിയ വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ശരി, തിരിച്ചടിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇറാന്റെ പ്രതികരണം. എന്തായാലും വരും മണിക്കൂറുകളിൽ അറിയാം പശ്ചിമേഷ്യയിൽ എന്താണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോവുക എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് 5 മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് അവിടെ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു. ബി ദിലീപ് കുമാറും മെറിൻ മേരി ചാക്കോയും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.